ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പ് സ്റ്റിക്കർ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് എങ്ങനെ വാട്സാപ്പ് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ സ്റ്റിക്കർ, ഇത് സാധാ സ്റ്റിക്കറാണ്. നമുക്ക് വാട്സാപ്പിൽ തന്നെ ഇത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ലോഗോ ഒക്കെ കൊടുത്തിട്ട് ഫോട്ടോ നമ്മുടെ തന്നെ ആയിട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റിക്കറാണ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സ്റ്റിക്കർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് സ്റ്റിക്കർ മേക്കർ എന്നാണ്. ഇതാണ് ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഈ സ്റ്റിക്കർ മേക്കറിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ പാക്ക് എന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ന്യൂ പാക്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു നല്ല പേരും കൊടുക്കുക, പാക്ക് നെയിമും, പിന്നെ അതിൻ്റെ ഓർഡർ, ആരാണ് ഉണ്ടാക്കുന്ന ആൾ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ നെയിം കൊടുത്തു. അതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഇത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആ പ്ലസ് ബട്ടണിൽ അമർത്തിയിട്ട് നിങ്ങളുടെ ഫോട്ടോ ചൂസ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ഫോട്ടോസിനാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇതിന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ വരുന്നില്ല. നിങ്ങൾക്ക് കാണാം, അപ്പോൾ അത് വരുന്നില്ല, ഒന്നും വന്നില്ല, അതിൽ സ്റ്റിക്കർ ആഡ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ഗാലറി പോയിട്ട് നിങ്ങൾ ആ ഫോട്ടോസിൽ നിന്ന് ചെയ്യുക. ഈ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ചെയ്യരുത്, ചിലപ്പോൾ വർക്കാവില്ല. നിങ്ങൾ ഫോട്ടോസ് നിങ്ങളുടെ സാധാ ഗാലറിയിൽ പോയി ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഗാലറിയിൽ ഞാനൊരു പിക്ക് ചൂസ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു പിക്ക് ചൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് സർക്കിളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കിളിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അവിടെ സർക്കിളിൽ നിന്ന് താഴെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇറേസ് എന്നുണ്ടാവും, റീസ്റ്റോർ എന്നുണ്ടാവും. അതിൽ റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിൽ സ്റ്റിക്കർ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റിക്കർ ഇതിൽ ഇവർ തരുന്ന സ്റ്റിക്കറും കൂടി നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ വെക്കുന്ന പോലെ. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത ഒരു ടെക്സ്റ്റ്. അത് ബ്ലാക്ക് കളറായിട്ടാണ്, അത് വൈറ്റ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിത് ആഡ് ടു വാട്സാപ്പ് എന്നൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിലൊന്ന് ചെയ്യണം, എന്നാലാണ് അത് വാട്സാപ്പിലേക്ക് ആഡ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത സ്റ്റിക്കറാണിത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് ഇനിയും ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.